നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലധികം നേടിയേ പറ്റൂ എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് BJP പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ശക്തമായ ആസൂത്രണം. തെക്കൻ ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം ശക്തമായ സാന്നിധ്യമായി പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയാണ്. അതുപോലെ നിരവധി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, പ്രചരണ തന്ത്രങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യണം എന്നുള്ള തന്ത്രങ്ങൾ, സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥികളെ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് മറ്റു പാർട്ടികളിൽ നിന്ന് അസ്വസ്ഥരായവരെ BJPയിൽ എത്തിക്കുക എന്നുള്ളത്. പ്രമുഖ നേതാക്കൾ പലരും മറ്റു പാർട്ടികളിൽ അസ്വസ്ഥരാണ് എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ BJPയിൽ എത്തിക്കുക എന്ന ഒരു തന്ത്രം കൂടി BJP പയറ്റുകയാണ്. എത്രമാത്രം വിജയിക്കും എന്നറിയില്ല, എന്നാലും അത് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകമായി കാര്യകർത്താക്കളെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകമായി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ JP നദ്ദയും അമിത്ഷായും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ്. വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും അവിടെ ആ പാർട്ടിയിൽ അസ്വസ്ഥരായവരെ അടർത്തിയെടുത്ത് തങ്ങളിലേക്ക് ചേർക്കുക എന്നുള്ള ഒരു തന്ത്രം. ഇതൊരു സാധാരണഗതിയിലുള്ള തന്ത്രമല്ല, ഒരു പുതിയ തന്ത്രമായിട്ട് വേണം കാണാൻ. അത് വിജയിക്കുമോ എന്നത് കണ്ടറിയണം. വിജയിക്കാനാണ് സാധ്യത. കാരണം അസ്വസ്ഥരായവർ പെട്ടെന്ന് ചാടിപ്പോരും. അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തിയാൽ മതി. അവർ വിജയിക്കാനുള്ള സാധ്യത കണക്കാക്കി അവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി അസ്വസ്ഥരായ മറ്റ് പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളെ, ജനപ്രിയരായ പ്രവർത്തകരെ ഒക്കെ തന്നെ BJPയിലേക്ക് മറുകണ്ഠം ചാടിക്കുക. ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കണം. മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമത്തിലാണ് BJP ദേശീയ ഘടകം എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഒപ്പം രാഹുൽ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് MP മാരുണ്ട്, MLA മാരുണ്ട്, അങ്ങനെ മുതിർന്ന നേതാക്കളുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന, രാഹുൽ ഗാന്ധിയുടെ യാത്രകൾക്കൊക്കെ ഒപ്പം സഞ്ചരിക്കുന്ന, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. രാഹുലിന്റെ ഇഷ്ടക്കാർ തന്നെയാണ് അവർ, രാഹുലിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അവരിൽ ചിലരെ കൂടി ചാടിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. രാഹുൽ ബ്രിഗേഡിൽ നിന്ന് വരെ ആളെ BJPയിലേക്ക് മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു തീവ്ര ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരുന്ന ഒരു കാര്യമാണ് എന്നാണ് BJP പൊതുവെ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അത് നടപ്പിലാക്കിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 100-ലധികം അസ്വസ്ഥരായവരെ, മറ്റു പാർട്ടികളിൽ അസ്വസ്ഥരായവരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അസ്വസ്ഥരായവരുടെ പട്ടിക തയ്യാറാക്കുക, കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും പ്രവർത്തിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുക, അവരുമായി കാര്യങ്ങൾ സംസാരിക്കുക, അവരെ സ്വന്തം പാളയത്തിലേക്ക് BJPയിലേക്ക് എത്തിക്കുക. അതിൽ ചിലർ BJPയിൽ നേരത്തെ ഉണ്ടായിരുന്നവർ കോൺഗ്രസിലേക്ക് പോയവരുണ്ട്, മറ്റു പാർട്ടികളിലേക്ക് പോയവരുണ്ട്. അവരെ കൂടി തിരിച്ചെത്തിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഇത്തരത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, ഇതിനെ തന്ത്രമെന്ന് വിശേഷിപ്പിക്കാമോ എന്ന് നമുക്കറിയില്ല. ഈ ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി നടത്തുന്ന ചില തന്ത്രങ്ങളുണ്ടല്ലോ, അതിന്റെ കൂടി ഭാഗമായുള്ള ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുതന്ത്രമായിട്ട് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഈ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ച് രാഹുൽ ബ്രിഗേഡിൽ നിന്ന് വരെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരായ പലരെയും BJP പാളയത്തിലേക്ക് ഉടൻ എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു വേള നടന്നേക്കാം, അല്ലെങ്കിൽ ഇത് ഒരു ഭാഗികമായ വിജയമായേക്കാം. എങ്കിലും 400 സീറ്റ്, തീസരി ബാർ മോദി സർക്കാർ, 400 സീറ്റ് പാർ എന്ന് പറയുന്ന ഇവരുടെ മുദ്രാവാക്യം, NDAയുടെ BJPയുടെ മുദ്രാവാക്യം സാർത്ഥകമാക്കിയെടുക്കാൻ, സാധിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തന്ത്രങ്ങൾ ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ബ്രിഗേഡിൽ നിന്നും 9 സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ 9 പ്രവർത്തകർ, പ്രധാനപ്പെട്ട പ്രവർത്തകർ ഈ ആഴ്ച തന്നെ മനംമാറ്റമുണ്ടായി BJPയിലേക്ക് എത്തും എന്നൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പല തന്ത്രങ്ങളുമായി 400 സീറ്റിലധികം നേടുക എങ്ങനെയും മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. എത്രമാത്രം പ്രാവർത്തികമാകുമെന്നറിയില്ല, എന്നാലും കൂടുതൽ തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം സംസാരിക്കും.